മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ലോകം മഹാത്മാഗാന്ധി എന്ന് വിളിച്ച മനുഷ്യൻ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹത്തിന്റെ ജനനം. സത്യവും അഹിംസയും ആയിരുന്നു അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രായോക്താവായിരുന്നു. തന്റെ പിതാവിന്റെ മരണശേഷം 1888 അദ്ദേഹം നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. തുടർന്ന് പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം അഭിഭാഷകനായി തുടർന്നെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വംശീയ വിവേചനത്തിനെതിരെ പോരാടിയ അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായി. 30 കൊല്ലക്കാലം അദ്ദേഹം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരയജ്ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അതിനാലാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. തുടർന്ന് 1947 ഓഗസ്റ്റ് 15 അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. എങ്കിലും ഗാന്ധിജിയുടെ ജീവിതത്തിൽ അവസാനകാലം പൊതുവെ ദുഃഖഭരിതമായിരുന്നു. ഇന്ത്യ വിഭജനവും കസ്തൂർബായുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖത്തിലാക്കി. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. ഇന്ത്യക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല കുടിലുകളിലാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു.